ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താ കുഞ്ഞത്? മീമി മീമി അതാ മീമി 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 ഇതാ മീമി 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 പിച്ചോക്ക് മീമി. ഇതെന്താ സാധനം? എന്താ ഇതെന്താ രണ്ട് മീമിയ? ഇപ്പം ഇതാ കണ്ടില്ലേ, കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട് അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടും കുറച്ച് നാളായിട്ടാണ്. അപ്പോൾ എന്താ ഇപ്പോൾ വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞാനിപ്പോൾ ഈ മീൻ നീച്ച് വരുമ്പോൾ തന്നെ ആ മീൻ കണ്ടത്. അപ്പോൾ അച്ഛൻ രാവിലെ തന്നെ അങ്ങനെ പുറത്ത് പോയിട്ട് വരുമ്പോൾ കൊടുന്ന് വെച്ച മീനാണ്. എന്തോ സിലോപ്പി എന്നാണ് കേട്ടോ പറഞ്ഞത്. നമ്മൾ ഈ മീൻ ഇവിടെ പണ്ട് കുളത്തിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ. ഇതിന് മുന്നേ ഞാൻ എന്നൊരു വീഡിയോയിൽ ഇവിടെ കുളവും പരിസരമൊക്കെ കാട്ടി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അത് ആകെ മൂടിയിട്ട് എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ നാലുപുറമുള്ള ചപ്പൊക്കെ ഇട്ട് കത്തിക്കുന്ന ഒരു സ്ഥലമാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ഈ സിലോപ്പീനെ വളർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മീൻ കണ്ടപ്പോഴാണ് ഞാനെന്താ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്താലോ എന്ന് വിചാരിച്ചത്. രാവിലെ തന്നെ ഇന്നിപ്പോൾ മൈദ ദോശയാണ് ഉണ്ടാക്കിയത്. മൈദ ഇപ്പോൾ കുറച്ച് ദിവസമായി മൈദ ഇരിക്കുന്നു. അപ്പോൾ അതിനിപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ പൂക്കില്ല. അപ്പോൾ ഞാൻ വേഗം ഇവർക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ മൈദ ദോശ ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ സനുവിന് സാധാ അരിദോശ, അവൾക്ക് അതാണ് ഇഷ്ടമുള്ളത്. പിന്നെന്താ, എത്ര അടിച്ച് വാരിയാലും കണ്ടില്ലേ പൊടി. നമ്മുടെ മുറ്റത്തു നിന്നുള്ള മണ്ണ് ചവിട്ടി കയറുന്നവർ നമ്മുടെ ഫുള്ള് നിലം ആകെ പൊടി പാറുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ഇപ്പോൾ ഈ ചൂടത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ലെങ്കിലും വെള്ളം കുപ്പി ധാരാളമായിട്ടുണ്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ഫ്രീസർ നിറച്ച് കട്ട പോലെ കല്ലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് തുറന്നപ്പോൾ ദേ കണ്ടില്ലേ, വെള്ളം ആകെ ഫുള്ള് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇനിയിപ്പോൾ അടിച്ച് വാരലൊക്കെ കഴിഞ്ഞതല്ലേ, ഇനിയിപ്പോൾ എന്തായാലും തുടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിലത്തെ വെള്ളം മൊത്തം നിലത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ അങ്ങനെ അത് ഫുള്ള് പിന്നെ തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇടയ്ക്ക് ചില സമയത്ത് കറണ്ട് പോയ ടൈമിലൊക്കെ നമ്മൾ വൈകുന്നേരം ടൈമിലൊക്കെ കറണ്ട് പോകും. അപ്പോൾ രാവിലെ നീച്ച് വരുമ്പോൾ കാണാൻ സത്യം പറഞ്ഞാൽ ഒരു അടുക്കള വെള്ളപ്പൊക്കമാണ് കേട്ടോ കാണാറുള്ളത്. പിന്നെ ചായ കൂടി എല്ലാം കഴിഞ്ഞ് സാമ്പാർ വയ്ക്കൽ, ഉച്ചയ്ക്കുള്ള സാമ്പാർ വയ്ക്കുകയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് പരിപാടിയിലാണ്. പരിപ്പൊക്കെ ആദ്യം തന്നെ കഴുകി കുക്കറിൽ കഷ്ണങ്ങളൊക്കെ നന്നാക്കുന്നതിന് മുന്നേ നമ്മൾ അടുപ്പത്ത് വയ്ക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. ഞാൻ സാമ്പാറിലേക്ക് ഒരുപാട് പരിപ്പൊന്നും ഇടാറില്ല കേട്ടോ. ജസ്റ്റ് ഒരു പിടി കുറച്ച് മാത്രമേ ഇടാറുള്ളൂ. പിന്നെ ഇവിടെ ചൂടായ കാരണം ആർക്കും സത്യം പറഞ്ഞ കറികളൊന്നും വേണ്ട. എന്നാലും തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ജസ്റ്റ് തട്ടിക്കൂട്ടി സാമ്പാറൊക്കെ വെക്കുകയാണ്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഈ പച്ചക്കറികളൊക്കെ വിഷുവിനെ വാങ്ങിയതാണ്, ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനൊരു കുഞ്ഞൊരു കഷ്ണം കുമ്പളങ്ങയും അതുപോലെ ഒരു ഉരുളക്കിഴങ്ങും ഒരു സബോളയും തക്കാളിയൊക്കെ കൂട്ടിയിട്ടാണ് സാമ്പാർ വയ്ക്കണേ. കൂട്ടാൻ വയ്ക്കുകയാണെന്ന് വെച്ചാൽ ഒരുപാട് കഷ്ണങ്ങളുണ്ട്. പക്ഷേ എന്താ വയ്ക്കുക? സത്യം പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ്. രാവിലെ നീച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ വെപ്പ്. എന്താ ചോറ് വയ്ക്കാൻ ഇത്ര പണിയില്ല, കൂട്ടാൻ എന്താ വയ്ക്കുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നവരായിരിക്കും മിക്കവരും. എന്തേലൊക്കെ തട്ടിക്കൂട്ടി വെച്ച് കഴിഞ്ഞാലോ അതിന് പുറമെ രണ്ടാമത് വേണം, വേറെ എന്തേലും വേണം, അങ്ങനെയൊക്കെയാണല്ലോ പൊതുവെ. പിന്നെ ഞാൻ പരിപ്പൊക്കെ അടുപ്പത്ത് വെച്ച് കഷ്ണങ്ങളൊക്കെ അരിയാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയും സബോളയും ഒക്കെ ഞാൻ കത്തി കൊണ്ടാണ് കേട്ടോ അരിയാറുള്ളത്. ഈ ഉരുളക്കിഴങ്ങ് മാത്രം ഞാനിങ്ങനെ ഈ സംഭവം വെച്ചിട്ട്, എന്ത് സംഭവത്തിൻ്റെ പേര് എനിക്കറിയണില്ല, അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ആക്കുകയാണ്. അതിൻ്റെ തൊലി കളയുകയാണ് ചെയ്യാറ്. ഉരുളക്കിഴങ്ങ് ഞാൻ കത്തിയും കൊണ്ട് അരിഞ്ഞാൽ പിന്നെ ഉരുളക്കിഴങ്ങൊന്നും കിട്ടുന്നുണ്ടാവില്ല. അങ്ങനെയാണ് കേട്ടോ പൊതുവെ. ഉരുളക്കിഴങ്ങ് എനിക്കങ്ങനെ അതിൻ്റെ മുകളിൽ നിന്ന് ചുരണ്ടി എടുക്കാൻ അറിയില്ല. സാധാ നമ്മൾ കുമ്പളങ്ങയൊക്കെ ചെത്തി എടുക്കുന്ന പോലെയുണ്ട് ഞാൻ കത്തിയും കൊണ്ട് ഉരുളക്കിഴങ്ങ് അരിയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പകുതി ഉരുളക്കിഴങ്ങ് അതിൽ പോവല്ലേ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്താൽ എനിക്കും കംഫർട്ടബിളാണ്. പിന്നെ അതൊന്നും വല്ലാണ്ട് പോവില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. എപ്പോൾ ഉരുളക്കിഴങ്ങ് എടുത്തോ കറി വയ്ക്കാനോ അല്ലെങ്കിൽ ഉപ്പേരി വയ്ക്കാനോ എടുത്തോ അന്ന സാധനം ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ. അമ്മയാണെങ്കിൽ പിള്ളേരുടെ പുറകെയാണ് കേട്ടോ.
നമ്മുടെ സനുവും കുഞ്ഞാറ്റും നീച്ച് വരുന്ന സനുവിനെയും കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അവൾ അത്യാവശ്യം വലുതായല്ലോ. പക്ഷെ കുഞ്ഞാറ്റ നീച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വാശിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടുപേർക്കും കൂടിയിട്ട് അടുക്കളയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരാൾ കുക്ക് ചെയ്യുക, ഒരാൾ കുട്ടീനെ നോക്കുക, അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അധികം ഞാൻ കുക്ക് ചെയ്യലും അമ്മേനെ കുട്ടികളെ നോക്കാൻ ഏൽപ്പിക്കുകയും ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ അവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് നടക്കണം. അപ്പോൾ അമ്മയാണെച്ചാൽ അങ്ങനെ അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടും അവളേനെ എല്ലായിടത്തേക്കും എടുത്ത് നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ സനു ഉണ്ടാവും കൂടെ. അപ്പോൾ അവരിങ്ങനെ കറങ്ങി വരുന്ന സമയം കൊണ്ട് നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റേനെ അമ്മേനെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. നമ്മളിതപ്പോൾ കുക്ക് ചെയ്യുന്ന പോലെയും അതുപോലെ തന്നെ ഇപ്പോൾ ആണുങ്ങൾ പണിയെടുക്കുന്നില്ല, അതുപോലെ തന്നെ ഒരു വലിയ പണി തന്നെയാണ് കേട്ടോ നമ്മൾ കുഞ്ഞു പിള്ളേരെ നോക്കൽ. ജസ്റ്റ് ഒരു 3 വയസ്സ് വരെയൊക്കെ കുട്ടികളെ നോക്കൽ എന്ന് പറഞ്ഞാൽ വലിയ പണി തന്നെയാണ്. ഓരോരുത്തർ പറയും പണ്ട് കാലത്ത് 5 പെറ്റവരുണ്ട്, 10 പെറ്റവരുണ്ട്. അതൊക്കെ ചിലപ്പോൾ സത്യമായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്, പിള്ളേരെ നോക്കൽ എന്ന് പറഞ്ഞാൽ വലിയൊരു പണി തന്നെ. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർ ഓരോ സാധനങ്ങൾ വലിച്ചിടലും അവിടെ വൃത്തികേടാക്കലും, പിന്നെ അത് മാത്രമല്ല വലിച്ചിടലൊക്കെ ആകുമ്പോൾ നമുക്കത് ഒതുക്കി വയ്ക്കുക, വൃത്തിയാക്കാവുന്ന ജസ്റ്റ് തുടച്ചാൽ ക്ലീൻ ചെയ്യുക അങ്ങനെയൊക്കെ വിചാരിക്കുക. അവരെന്തെങ്കിലും എടുത്ത് വായലിടുന്നുണ്ടോ, അത് പെറുക്കി തിന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ നോക്കൽ വലിയൊരു പണി തന്നെയാണ് കേട്ടോ. ഇപ്പം തന്നെ ഞാൻ കുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റേനെ നിർത്തിച്ച് എത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അവളിതൊക്കെ വലിച്ച് വാരിയിടലും അതുപോലെ തന്നെ കത്തി പിടിയും വലിയും വലിക്കലും അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളത്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുമ്പോൾ തേങ്ങ ചിരകാനാണ്. തേങ്ങ ചിരകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചിരവിയും തേങ്ങയും എടുത്ത് അവിടെ ഇരുന്നാൽ മതി, മുന്നിലെത്തും. തേങ്ങ ചിരകുന്നതിനൊപ്പം അവൾ എടുത്ത് കഴിക്കും കേട്ടോ. കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ നമ്മൾ ചിരകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചിരവയുടെ അവിടെ കൈ ചിലപ്പോൾ പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികം തേങ്ങ ചിരകണോടത്ത് അവിടെ ഇരുത്താറില്ല കേട്ടോ. പക്ഷെ എത്രയായാലും തേങ്ങ ചിരകണ ശബ്ദം കേട്ട കുഞ്ഞാറ്റ എവിടെ നിന്നായാലും ഓടി വരാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ ഓരോ പച്ചക്കറിയും കഷ്ണങ്ങളൊക്കെ അരിഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അപ്പം വേസ്റ്റ് കൊട്ടയിലേക്ക് അതിൻ്റെ വേസ്റ്റൊക്കെ ഇടുന്നത് എന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് അപ്പം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമല്ലോ. പിന്നെ അല്ലെങ്കിൽ എല്ലാം കൂടിയിട്ടാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമല്ല. ഇതിന് മുന്നേ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും നമ്മുടെ പിള്ളേരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേരും കൂടി അതൊക്കെ പെറുക്കി നിലത്തേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അത് വൃത്തിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ, നിലത്ത് വെള്ളം കളഞ്ഞിട്ടും. അപ്പം അങ്ങനെ ആയപ്പോൾ സത്യം പറഞ്ഞാൽ അതെനിക്കൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും എന്ത് ചെയ്താലും അപ്പം ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുള്ളൂ. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുള്ളൂ. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ പരിപ്പ് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സബോള അതുപോലെ ഉരുളക്കിഴങ്ങ് കുമ്പളങ്ങി എല്ലാം അതും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയിട്ട് വെക്കുകയാണ് ചെയ്തത്. മുരിങ്ങക്കായ ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. മുരിങ്ങക്കായ കുറച്ച് വേവ് പെട്ടെന്നാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ വെന്തതിന് ശേഷം ഇട്ട് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് വെള്ളം കുറവായിരുന്നു, പരിപ്പ് നല്ലപോലെ വെന്തപ്പോൾ ഞാൻ പിന്നീട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കുളിക്കേണ്ട ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ മീനുള്ള കാരണമാണ് നമ്മൾ നീട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിപ്പോൾ കുളിച്ചതിന് ശേഷം മീൻ നന്നാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ആകെ മേലൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ നന്നാക്കിയതിന് ശേഷം പോയിട്ട് കുളിക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതോ ഞാൻ വലിയതിൽ മീനൊക്കെ നന്നാക്കാൻ എടുത്തു കേട്ടോ. അമ്മ നന്നാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കുട്ടികളെ നോക്കിയിട്ട് ഇരുന്നാൽ മതി, ഞാൻ മീൻ നന്നാക്കിക്കോളാം. ഇതിന് മുന്നേ ഞാൻ മത്തി അയിലയും ബാക്കിയുള്ള മീനൊക്കെ നന്നാക്കും. പക്ഷേ ഈ ഒരു മീൻ ആദ്യമായിട്ടാണ് കേട്ടോ നന്നാക്കണത്. നന്നാക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇതിപ്പോൾ നന്നാക്കാനും വലിയ പണിയൊന്നുമില്ല. അതിൻ്റെ മുകളിലത്തെ ജസ്റ്റ് ചെളുക്കൊക്കെ കളഞ്ഞ് വാലും അതുപോലെ തലയൊക്കെ ഒന്ന് വെട്ടി എന്താ പറയുക നിരപ്പാക്കി എടുത്താൽ മതി കേട്ടോ. പക്ഷേ നമ്മുടെ വീട്ടിലെ കത്തി ശരിയല്ലായിരുന്നു, അതായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. തീരെ എന്ന് പറഞ്ഞാൽ തീരെ മൂർച്ചയില്ലാത്ത കത്തിയായിരുന്നു കേട്ടോ. പക്ഷെ അതുകൊണ്ട് തന്നെ ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ അത് കളയാൻ. പിന്നെ അത് മാത്രമല്ല മീൻ അത്യാവശ്യം ഒരു ബലം പോലെ ഉണ്ടായിരുന്നു. നല്ല ബലമല്ല, എന്താ പറയുക, അങ്ങനത്തെ ഒരു മീൻ നമ്മുടെ സാധാരണ മത്തി അയിലയും പോലെ അല്ലല്ലോ. അപ്പം അതിൻ്റേതായ ഒരു ഡിഫറൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ നന്നാക്കുമ്പോൾ. എനിക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെളുക്കൊക്കെ കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ചെളുക്ക തന്നെയല്ലേ പറയുക, നമ്മുടെ ഇവിടെ അതിനിങ്ങനെ പുറമേയുള്ള തൊലിക്ക്
ചെളുക്ക എന്നൊക്കെയാണ് കേട്ടോ പറയുക. ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും വേർഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. ഇത് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. അതിൻ്റെ കളറും അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ മീനൊന്നും തിന്നാത്ത കാരണം അതിൻ്റെ ടേസ്റ്റും കൂടുതലായിട്ട് അറിയില്ല. നമ്മൾ സാധാരണ ഈ മത്തി അയിലല്ലാണ്ട് വേറെ ഒന്നും അങ്ങനെ കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റൊന്നും അറിയത്തുമില്ല. എനിക്കെന്താണെന്ന് അറിയില്ല കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നമ്മുടെ പുഴയിൽ നിന്ന് പിടിച്ച മീൻ അതുപോലെ കുളത്തിൽ നിന്ന് പിടിക്കുന്ന മീനൊന്നും എനിക്കങ്ങനെ കഴിക്കാൻ തോന്നാറില്ല. എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ നമ്മുടെ വീട്ടിലെല്ലാവരും കഴിക്കും കേട്ടോ. എനിക്കിന്ന് വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മറ്റുള്ളവരെ കഴിപ്പിക്കാനും എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും ഓരോ വെറൈറ്റി ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കാനും അവരെന്നെ കഴിപ്പിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിൻ്റെ ആണെച്ചാൽ മുള്ളൊന്നും എനിക്ക് വലിച്ചിട്ടേ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കയ്യിലൊക്കെ കോറിയിട്ട് എന്തൊക്കെയായിരുന്നു. കുറേ നേരം വരഞ്ഞിട്ടും പിടിച്ചൊക്കെ നോക്കി. പക്ഷേ ഭയങ്കര ബലമായിരുന്നു കേട്ടോ മുള്ളൊക്കെ ഉണ്ടായിരുന്നത്. കത്തി പൊതുവേ മൂർച്ചയില്ലാണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിത് മീനിൻ്റെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കവർ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കവറുകൾക്ക് നമുക്ക് ക്ഷാമമില്ലല്ലോ. ഇവിടെ ചേച്ചിമാർ വന്നിട്ട് കവർ എടുത്ത് കൊണ്ടുപോകണ കാരണം നമ്മളത് എന്തായാലും സൂക്ഷിച്ച് വെക്കും. അവർ വരുന്ന ടൈമായാൽ മാത്രമാണല്ലോ അത് നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോൾ നമ്മളൊരു കവറിൽ കുറേ എല്ലാത്തിൻ്റെ വേസ്റ്റ് കവറും അതുപോലെ എന്തെങ്കിലും കൂടുന്നിട്ടുള്ളതൊക്കെ നമ്മളങ്ങനെ ഇട്ട് വയ്ക്കാണ് ചെയ്യാറുള്ളത്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു മീനൊന്ന് സെറ്റാക്കി എടുത്തു. ഫുള്ള് ഫിനിഷായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് തലയൊക്കെ മുറിച്ച് പിന്നെ കളഞ്ഞപ്പോഴും മറ്റേതിൻ്റെ ചെളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെയും രണ്ടാമതും ഞാൻ എല്ലാം അതും നന്നാക്കി കഴിഞ്ഞിട്ടും പിന്നെയും അത് നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ഫസ്റ്റ് മീൻ കയ്യിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കയ്യിൽ വെക്കുമ്പോൾ എനിക്കങ്ങനെ ചെളുക്കൊന്നും കളയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അവിടെ താഴെ വെച്ചിട്ട് അങ്ങനെ ഉരയ്ക്കുകയാണ് കേട്ടോ ചെയ്തിട്ട്. അവിടെ താഴെ വെച്ചിട്ട് തന്നെ കത്തിയും കൊണ്ട് നല്ലപോലെ ചെളുക്ക് അങ്ങനെ ഉരച്ച് കളയാനിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയായിരുന്നു കേട്ടോ ഈ മീനൊന്ന് നന്നാക്കി എടുക്കാൻ. അത്യാവശ്യം നല്ല പോലെ തന്നെ ചെളുക്കുണ്ടായിരുന്നു കേട്ടോ. കുറേ ടൈമും പിടിച്ചിട്ടുണ്ടായിരുന്നു ഇതൊന്ന് നന്നാക്കി എടുക്കാൻ. നമ്മളല്ല പൊതുവേ എല്ലാവരും പറയുന്നൊരു ഡയലോഗാണ്, എന്താ അടുക്കളപ്പണി സുഖമല്ലേ, ഞങ്ങൾക്ക് വീട്ടിൽ മാത്രം ഇരുന്ന് അടുക്കളപ്പണി ചെയ്താൽ പോരെ എന്നൊക്കെ പൊതുവേ അങ്ങനെ കേൾക്കുന്ന ഒരു ടോണാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതാ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു കത്തിയും കുറച്ച് ഇതേപോലത്തെ മീനും കിട്ടിയാൽ അറിയാം അടുക്കളപ്പണി എങ്ങനെ ആയിരിക്കും എന്ന്. ഇതൊന്ന് നന്നാക്കി എടുക്കാൻ ഞാനെടുത്ത പാട്, കഷ്ടകാലത്തിനായിട്ട് കൈ വയ്ക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അമ്മയ്ക്ക് കൊടുക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. നന്നാക്കിയിട്ടും തീരുന്നില്ല. അത് മാത്രമല്ല ഒരു 6-7 മീനും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എന്തായാലും നന്നാക്കി ഫുള്ളാക്കി എടുക്കണ്ടേ. അല്ലാണ്ട് ഇപ്പോൾ ഈ 2 3 നന്നാക്കി എടുത്തിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയായാലും ക്ഷമയോട് കൂടിയിട്ട് ഞാനതൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ. അവസാനം ഭയങ്കരമായ ക്ഷമ വേണ്ട ഒരു സാഹചര്യമായിരുന്നു കേട്ടോ അന്നുണ്ടായിരുന്നത്. ഇതുവരെ മീൻ നന്നാക്കിയാൽ ഇത്രയും ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്താ പറയുക, നമ്മുടെ കത്തിയാണ് കേട്ടോ മെയിൻ വില്ലൻ. കത്തി മൂർച്ച ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. തീരെ മൂർച്ച ഇല്ല എന്ന് പറഞ്ഞാൽ തീരെ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതോ മീൻ കുറച്ച് ബലമുള്ള ടൈപ്പാണല്ലോ, അതുകൊണ്ടാണോ എന്നറിയില്ല. നമ്മൾ സാധാരണ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ മത്തി അയിലായാലും നന്നാക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് മീനായ കാരണമായിരിക്കും നമുക്ക് കത്തി അങ്ങനെ മൂർച്ച തോന്നാത്തതും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനും നന്നാക്കി എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് കേട്ടോ പറയണത്. ചിലപ്പോൾ പക്ഷേ അമ്മയ്ക്ക് ചിലപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തോന്നാം. അവരിപ്പോൾ എന്നും മീൻ നന്നാക്കേണ്ട ചെയ്യുന്നുണ്ടല്ലോ. നമ്മൾ ഇതേപോലെ എപ്പോഴേലൊക്കെയാണല്ലോ നമ്മളൊന്ന് മീനിലൊക്കെ ഒന്ന് കൈ വയ്ക്കുക. ഞാൻ ആദ്യം വിചാരിച്ചിട്ട് തലയിട്ട് പുളി വെക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ നല്ല കഷ്ണങ്ങൾ വറക്കുക അങ്ങനെയാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും മീനൊക്കെ എങ്ങനെ നന്നാക്കിയെന്ന് എനിക്കേ അറിയുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ തല ഇനി എങ്ങനെ പുളി വയ്ക്കുമ്പോൾ അതിൻ്റെ കണ്ണ് കളയണം, എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കളയാണ്ട്. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ തലയ്ക്ക് പ്രാന്തായി. അപ്പോൾ ഞാൻ പിന്നെ വല്ലാണ്ട് പുളി വയ്ക്കണ ആ ഒരു കാര്യം വിട്ടു കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു തല നല്ല വൃത്തിയാക്കി എടുത്തതിന് ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ താറാവൊക്കെ ഉണ്ട്, അപ്പോൾ അതിനെ കൊടുക്കാമല്ലോ. പിന്നെ അത് കാണാനും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ തലയ്ക്ക്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കി എടുത്തു എന്നുള്ളൂ കേട്ടോ. മീൻ സ്റ്റാർട്ടിങ്ങിൽ ആ മുള്ള് കളയാനും ചെളുക്ക് കളയാനാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഇതുപോലെ ആക്കി എടുക്കാനൊന്നും വലിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ എല്ലാം ഫിനിഷ് ആക്കി എടുത്തപ്പോൾ എന്താ പറയുക, ഒരു
സുന്ദരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെന്താ മീനിനെ വർണ്ണിക്കുകയൊക്കെ ചെയ്യില്ല, അതുപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ചിക്കനായാലും മീനായാലും ഒരുപാട് തവണ കഴുകി അത്രയും വൃത്തിയാക്കണം കേട്ടോ. ഓരോ മീനും എടുത്തിട്ട് പൈപ്പിൻ്റെ ചോട്ടിലൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കഴുകുന്ന സ്വഭാവമാണ് കേട്ടോ എനിക്കുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കുറേ തവണ കഴുകുമ്പോൾ ഏട്ടൻ പറയാറുണ്ട്, ഇപ്പോൾ ആ ചിക്കനൊക്കെ കഴുകി ഇല്ലാണ്ടാക്കുക, എന്താ പറയുക, കുട്ടി ഇനി കുളിപ്പിച്ച് ഇല്ലാണ്ടാക്കുക എന്നുള്ള ഡയലോഗൊക്കെ ഏട്ടൻ ചോദിക്കാനുണ്ട്. അപ്പോൾ ഇതപ്പോൾ നമ്മുടെ അമ്മ വന്ന് ചോദിച്ച് പോയിട്ടേ ഉള്ളൂ, മതി കഴുകിയത്, അതിപ്പോൾ മീനൊക്കെ തീരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പൊതുവേ ഞാൻ അങ്ങനെയാണ് കേട്ടോ കഴുകാറുള്ളത്. ചിക്കനാണ് പ്രധാനമായിട്ടും. ചിക്കൻ വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് ഓരോ കഷ്ണം എടുത്തിട്ടും വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കുമ്പോഴേക്കും 1 മണിക്കൂറാവും. പിന്നത് നമ്മുടെ അങ്ങനെ മീനിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്, ക്ലീനിങ്ങും കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി എന്തായാലും കൂട്ടാൻ നമ്മൾ മുന്നേ കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് പോയി നോക്കാട്ടെ. നമ്മളിതിൻ്റെ ഇടയിൽ അമ്മേനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഗ്യാസ് കുറച്ച് വയ്ക്കാനും കൂട്ടാൻ നോക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കഷ്ണമൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ അമ്മ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പുളിയൊക്കെ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ വറുത്തതാക്കിയിട്ട് കൊട്ടുമായിരുന്നു. പിന്നെന്താ, അപ്പോഴേക്കും നമ്മുടെ കുഞ്ഞാറ്റയൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി പിന്നെ മീനിലേക്കുള്ള പരിപാടിയൊക്കെ അമ്മയുടെ ആയിരുന്നു കേട്ടോ. അമ്മ അതാ മസാല പിടിക്കണമെങ്കിൽ അതിൽ വരയണമെന്ന് പറഞ്ഞിട്ട് വരച്ച് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ പൊതുവെ ആർക്കും എരിവിനോട് താല്പര്യമില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടായ കാരണം. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റും ഇൻസാനും ഒക്കെ കഴിക്കുന്നതല്ല, അതുകൊണ്ട് വല്ലാണ്ട് എരിവ് അങ്ങനെ ഉപയോഗിക്കാറില്ല കേട്ടോ. പിന്നെ നമ്മുടെ സാമ്പാറൊക്കെ ഏകദേശം ആയിട്ടുണ്ട്, പുളിയൊക്കെ ഒഴിച്ച് നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ട് കാണിക്കരുതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യണ കാര്യങ്ങൾ ആ വീഡിയോ എടുക്കുന്ന ആ ഒരു ക്രമത്തിലാണ് കേട്ടോ ചെയ്തിട്ട് പോണത്. അല്ലാണ്ട് കറക്റ്റ് ഞാൻ ഫുള്ള് മീനിൻ്റെ സെക്ഷൻ കാണിച്ചിട്ട് പിന്നെ സാമ്പാർ കാണിക്കുക അങ്ങനെയല്ല. നമ്മൾ എന്താണോ ചെയ്യണത് അതിങ്ങനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഉച്ചയ്ക്കുള്ള സാമ്പാർ ഇന്നിപ്പോൾ തേങ്ങയൊന്നും അരച്ച് വെച്ചിട്ടില്ല കേട്ടോ. ഒരു ചെറിയ തട്ടിക്കൂട്ട് സാമ്പാർ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സാമ്പാറും മീൻ വറുത്തതും എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സനുവിന് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ട് മീൻ വറുത്തിട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. നമ്മുടെ അരുണേട്ട് ഇന്നലെ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താ പറയുക, ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ. ഏട്ടനെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ കളിക്കാൻ പോണത്. ഒരുപാട് ട്രോഫികളൊക്കെ ഇരിക്കുന്നുണ്ട്, ഒക്കെ കളിച്ച് കിട്ടിയത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഉച്ച വരെയുള്ള കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.